കാശ്മീരിൽ 5-6 സീറ്റാണ് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നത്. അതിൽ നമ്മുടെ കുറച്ച് പേര് കേരളത്തിൽ നിന്നുള്ള ഉണ്ടായിരുന്നു. അതിൽ പ്രമുഖനായിട്ടുള്ള നമ്മുടെ കാലിക്കറ്റിലെ ഡോക്ടർ കോയ, അതുമാതിരി ഡോക്ടർ പോക്കർ, അങ്ങനെയുള്ള കുറേ ആൾക്കാർ. അപ്പോൾ തീർച്ചയായിട്ടും മലയാളികൾ അവർ സംഘം ചേരുക എന്നുള്ള എവിടെ ചെന്നാലും അവർ സംഘം ചേരുമല്ലോ. കാരണം അവരവരുടെ ഭാഷയും അവരുടെ സംസ്കാരവും നിലനിർത്തുന്നതിൽ മുൻപന്തിയിലായതുകൊണ്ട് അവർ ഒരു കൂട്ടമായിട്ട് ഞങ്ങൾ ചേർന്നിരുന്നെങ്കിലും, പക്ഷേ ബേസിക്കലി ഞങ്ങളെല്ലാവരും ഒരു ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഭയങ്കര ഗുണം കിട്ടിയെന്ന് വെച്ചാൽ മറ്റുള്ള പല പ്രത്യേകിച്ച് പഞ്ചാബ്, ജമ്മു ഈ വിദ്യാർത്ഥികൾ അവരോട് പഠിച്ചിരുന്നത്. അതിന് ചുറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ വിദ്യാർത്ഥികളുണ്ടായിരുന്നത്, കാശ്മീരിലേക്ക് പുറമേ. ആ പഞ്ചാബ്, ജമ്മു എന്നുള്ള വിദ്യാർത്ഥികളിൽ നിന്നും ഒക്കെ ഏറ്റവും വലിയൊരു ബന്ധം ഉണ്ടാവാൻ ഞങ്ങൾക്കുണ്ടായി. പക്ഷേ ഞാൻ അതിലൊരു വളരെ മോശപ്പെട്ടൊരു സംഭവം ഉണ്ടായത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അന്ന് ടേബിൾ ടെന്നീസ് കളിക്കുന്ന കാലഘട്ടം. അപ്പോൾ ടേബിൾ ടെന്നീസിൽ ഞാൻ ആദ്യം ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഞാൻ കളിച്ചു വരുമ്പോൾ സെമി ഫൈനലിൽ ഞാൻ കപ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ അവിടുത്തെ കോളേജിലെ ചാമ്പ്യനായിട്ടാണ് എൻ്റെ കളി വന്നത്. അപ്പോൾ കളി കുറച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ചേഞ്ച് വന്നതായിട്ട് എനിക്ക് തോന്നി ഈ സപ്പോർട്ടിലൊക്കെ. അപ്പോൾ സപ്പോർട്ടുള്ള ചേഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് കുറച്ച് കമ്മ്യൂണലായിട്ട് മാറുന്നതായിട്ട് എനിക്ക് തോന്നി. അതെന്താ കാര്യം എന്ന് വെച്ചാൽ 2 വിഭാഗം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം നോക്കിയപ്പോൾ അതിലൊരു ചെറിയ ഒരു ഹിന്ദു മുസ്ലിം ഡിവിഷൻ ഞാൻ അതിൽ കണ്ടു തുടങ്ങി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ഡിവിഷൻ കാണുന്നത്. പിന്നെ ആ കളി പുരോഗമിച്ച് ഞാൻ ആ കളി ജയിച്ച് പിന്നെ ഫൈനലിൽ പോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഞാനതിൽ ഭാഗവാക്കല്ലെങ്കിലും എനിക്കിതിൽ താല്പര്യമില്ലെങ്കിലും ഇത്തരത്തിലുള്ള ഡിവിഷനുകൾ എനിക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി കളി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിലൊരു ചെറിയ ഡിവിഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ഡിവിഷന് കാരണം കാശ്മീരികളല്ലായിരുന്നു, പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾ. ഉത്തർപ്രദേശിൽ നിന്ന് കുറച്ച് വിദ്യാർത്ഥികളുണ്ടായിരുന്നു, പഞ്ചാബിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, ബീഹാറിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട്. ഇവരാണ് ഇതിൽ ഈ കമ്മ്യൂണൽ ഗെയിമിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്. കാശ്മീരികൾ അതിൽ നിന്ന് വിട്ടു നിന്നിരുന്നു. ഏതായാലും ഈ ഒരു കളി അവസാനം വലിയൊരു കശപിശയിൽ അവസാനിച്ച് എന്തോ ഒരു തർക്കം ഉണ്ടായി അതിനെ പറ്റിയിട്ട്. പിന്നെ കളി നിർത്തിവെക്കേണ്ടി വന്നു. കളി നിർത്തി വന്നു പിന്നെ മുഴുവൻ കോളേജിലെല്ലാവരും പുറത്തുനിന്നുള്ളവരും അതിൽ കളിയുടെ ഫൈനലിൽ കാണാൻ വേണ്ടിയിട്ട് വന്ന് അങ്ങനെ കുറച്ചൊരു കമ്മ്യൂണലായിട്ട്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഞാൻ കാണുന്ന ഒരു കമ്മ്യൂണൽ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാണ്. കാരണം നമ്മുടെ സുഹൃത്തുക്കളെന്ന് വിചാരിക്കുന്ന ആൾക്കാർ വരെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മാറി നിന്ന് നമ്മൾ എതിർക്കുക എന്ന ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ട് കണ്ടത് അന്നാണ്. അതുവരെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നിട്ടുള്ളൊരു സംഭവമാണ്. ഏതായാലും അതിൽ കാശ്മീരികൾക്ക് വലിയ പങ്കുണ്ടായിരുന്നില്ല, പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ആ പങ്കുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അതിലൊരു സംഭവം. പിന്നെ ഷെയ്ഖ് അബ്ദുള്ളയുടെ കാലിക്കറ്റുള്ള വരവിനെ പറ്റി പറയുമ്പോൾ ആദ്യം അതിപ്പോൾ രസകരമായ സംഭവമാണ്. ഇപ്പോൾ ഷെയ്ഖ് അബ്ദുള്ളയുടെ പാർട്ടിയും മറ്റൊരു BJPയും കൂടെ ഇവിടെ കേന്ദ്രത്തിൽ ഗവൺമെൻറ് വരെ ഉണ്ടാക്കിയൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത്. പക്ഷെ അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ പാർട്ടിയായിട്ടുള്ള ജനസംഘവും ABVP ഒക്കെ ഇവിടെ വലിയ പ്രകടനങ്ങൾ നടത്തിയിരുന്നു ഷെയ്ഖ് അബ്ദുള്ള ഇവിടെ വന്നപ്പോൾ. ഷെയ്ഖ് അബ്ദുള്ള ഇന്ദിരാഗാന്ധി പുറത്തുവിട്ടത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയണത് ഇതൊക്കെ അത് വെറും രാഷ്ട്രീയം മാത്രമാണ്. ഷെയ്ഖ് അബ്ദുള്ള എന്തായാലും ലിവ്ഡ് ആസ് എ പാട്രിയോട്ട് ആൻഡ് ഈ ഡൈഡ് ആസ് എ പാട്രിയോട്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഏതായാലും എൻ്റെ കാശ്മീർ സജ്ജൺ എന്ന് ഞാൻ പറയും. അത് ദീർഘകാലം നിന്നില്ല. 1.5 കൊല്ലത്തിന് ശേഷം എൻ്റെ പിതാവ് എമർജൻസി അപ്പോഴത്തേന് ഇന്ത്യയിൽ എമർജൻസി പ്രഖ്യാപിച്ചു. അപ്പോൾ എമർജൻസി പ്രഖ്യാപിച്ചതോടു കൂടിയിട്ട് എൻ്റെ പിതാവ് എന്നോട് ആവശ്യപ്പെട്ട് തിരിച്ച് കാലിക്കറ്റിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ തിരിച്ചു വന്ന് ജോയിൻ ചെയ്യുന്നു. അതാണ് സംഭവം. അതാണ് എമർജൻസി കാലഘട്ടം. എമർജൻസിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഞങ്ങൾ നേരെ എമർജൻസിയിലാണെന്ന്. കേരളത്തിൽ ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്താണെന്ന് ചോദിച്ചാൽ എമർജൻസിയെ സ്വാഗതം ചെയ്ത ഒരു സംസ്ഥാനമായിട്ടാണ് നമുക്ക് കേരളത്തെ കാണേണ്ടത്. അതെങ്ങനെ സ്വാഗതം ചെയ്തു എന്ന് ചോദിച്ചാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് എമർജൻസിക്ക് ശേഷം നടത്തിയ ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി ത്രൂ ഔട്ട് ഇന്ത്യ പരാജയപ്പെട്ടപ്പോൾ ആകെ ജയിച്ചത് ഏറ്റവും അധികം MP ജയിച്ചു വന്നത് കേരളത്തിൽ നിന്നാണ്. കോൺഗ്രസ്സിന് ഏറ്റവും അധികം MP ജയിച്ചു വന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെയാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് എൻ്റെ ഓർമ്മ ശരിയാണ് ആകെ 2 MP റാം നിവാസ് മൃതയോ അങ്ങനെ 1-2 പേര് മാത്രമേ ജയിച്ചിട്ടുള്ളൂ. കോൺഗ്രസ് എല്ലാ സ്ഥലത്തും തോറ്റെങ്കിലും തെക്കേ സൗത്ത് ഇന്ത്യയിൽ മുഴുവനും കോൺഗ്രസ്സിന് നല്ല വിജയം നേടാൻ പറ്റി. പ്രത്യേകിച്ച് അത് കേരളത്തിൽ നേടാൻ പറ്റിയെന്നുള്ളതാണ്. അങ്ങനെയാണ് എമർജൻസി കാലത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ തിരിച്ചു വരുന്നത്. എമർജൻസിയുടെ ഓർമ്മകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മോശമല്ല. പക്ഷേ വടക്കേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോരുന്നതിന് മുമ്പാണെന്ന് തോന്നുന്നത് തുർക്കുമാൻ ഗേറ്റ് സംഭവം ഉണ്ടായത്. ആ തുർക്കുമാൻ ഗേറ്റ് സംഭവത്തിൻ്റെ സമയത്ത് ഞാൻ ഡൽഹിയിൽ പോയിരുന്നു. അപ്പോൾ ഡൽഹിയിൽ പോയി മുസ്ലിം സമുദായത്തിൻ്റെ പല സംഘടനകളുടെ ആൾക്കാരെയൊക്കെ കാണാനായിട്ടുള്ള ഇട വന്നു. അന്ന് എന്താണെന്ന് വെച്ചാൽ ഫോഴ്സിബിൾ സ്റ്റെറിലൈസേഷൻ ഡ്രൈവ് എന്നാണ് പറഞ്ഞിരുന്നത്. അത് എത്രത്തോളം അതിന് വാസ്തവമുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞൂടാ.
അത് എത്ര വാസ്തവമുണ്ട്, ആ ഡ്രൈവ് എത്രത്തോളം സത്യമായിരുന്നു. അങ്ങനെ സഞ്ജയ് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം തുർക്ക്മാൻ ഗേറ്റിലുള്ള മുസ്ലിമുകളെ മാത്രം പിടിച്ചുകൊണ്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അത് എൻ്റെ തെളിവുകൾ ഇപ്പോൾ ഹാജരാക്കിയിട്ടില്ല. പക്ഷെ അന്ന് വ്യാപകമായിട്ടുള്ള ആ തരത്തിലുള്ള ഒരു പ്രൊപ്പഗാൻഡ നടന്നിരുന്നു. എന്തെന്ന് ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന്, ഫോഴ്സിബിൾ സ്റ്റെറിലൈസേഷൻ. അതുകൊണ്ടായിരിക്കാം എമർജൻസി കാലഘട്ടത്തിൽ എമർജൻസിക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്ക് വലിയ ഒരു പരാജയമുണ്ടായത് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഏതായാലും പൂർണ്ണമായിട്ടും എമർജൻസിയെ തള്ളിപ്പറയാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ കാഴ്ചക്കാരനായി നിന്നാണ് ഡെമോക്രറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ്റുകൾ, ഗുജറാത്തിൽ ചിമ്മൻഭായ് പട്ടേലിൻ്റെ ഗവൺമെൻറ്റിനെയും ബീഹാറിൽ അബ്ദുൽ ഗഫൂറിൻ്റെ ഗവൺമെൻറ്റിനെ ഒക്കെ അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമം പ്രതിപക്ഷത്തിൻ്റെ സൈഡിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഒരു ഡെമോക്രറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ്, ഡെമോക്രറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള MLA-മാർ MP-മാരെ റീകോൾ ചെയ്യാൻ, തിരിച്ചു വിളിക്കാനുള്ള ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്നുള്ള അരാജകത്വ വാദമാണ് അന്ന് ജയപ്രകാശ് നാരായണൻ ഉന്നയിച്ചത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും ജഗ്മോഹൻലാൽ സിൻഹ, ജസ്റ്റിസ് ജഗ്മോഹൻലാൽ സിൻഹ അലഹബാദ് ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിലാണ് ഇന്ദിരാഗാന്ധിയെ പുറത്താക്കിയത്. വളരെ ബാലിശമായിട്ടുള്ള ചില ഗ്രൗണ്ട്സിലാണ്. അതായത് ഇന്ദിരാഗാന്ധി ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഇത് ഗാലറികൾ നിയമിച്ചു, അല്ലെങ്കിൽ വാടകയില്ലാതെ ഗ്രൗണ്ട് കൊടുത്തു, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ സെക്രട്ടറി ഗവൺമെൻറ് സർവീസിൽ നിന്ന് രാജിവെച്ചില്ല. ഇങ്ങനെയുള്ള ബാലിശമായ ഗ്രൗണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയെ ജസ്റ്റിസ് ജഗ്മോഹൻലാൽ സിൻഹ പുറത്താക്കിയത്. ആ പുറത്താക്കിയപ്പോഴാണ് ഇന്ദിരാഗാന്ധി എമർജൻസി ഉപയോഗിച്ചത്. എമർജൻസി ഉപയോഗിച്ചതിനെ ഞാൻ ന്യായീകരിക്കുകയല്ല, പക്ഷേ എമർജൻസിയിലോട്ട് നയിക്കുന്ന രീതിയിലായിരുന്നു അന്ന് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത്. കാരണം ഒരു അരാജകത്വം ഈ രാജ്യത്ത് വന്നുകൊണ്ടിരുന്നിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അരാജകത്വമൊന്നും ഉണ്ടായിട്ടില്ല, കേരളത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എമർജൻസി ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ സ്വാഗതം ചെയ്തതായിട്ടാണ് കാണുന്നത്. അതായത് അന്നത്തെ ഒരു മുദ്രാവാക്യമുണ്ട്, നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞാൽ ട്രെയിനുകൾ കറക്റ്റ് ടൈമിന് ഓടണുണ്ടോ, ഇവിടുത്തെ ആൾക്കാർക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ടല്ലോ, പണിക്കാരൊക്കെ മര്യാദക്ക് പണിയെടുക്കണുണ്ടോ, ഇങ്ങനെയുള്ള അതായത് ഒരു മിഡിൽ ക്ലാസ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു കേരളത്തിൽ. മിഡിൽ ക്ലാസ്സിന് വളരെ ഗുണകരമായ രീതിയിലാണ് പോയിരുന്നത്. അവർ നാഷണൽ ഇഷ്യൂസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ടൊന്നും അവരെ ചിന്തിച്ചിട്ടില്ല. അവർ നോക്കിയപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ വളരെ അച്ചടക്കത്തോടെ, സ്കൂളുകൾ സമരമില്ല, ഫാക്ടറികളിൽ സമരമില്ല, ട്രെയിനും കാര്യങ്ങളൊക്കെ നല്ല ടൈമിന് ഓടുന്നു, മൊത്തത്തിൽ അച്ചടക്കമുണ്ട് കാര്യങ്ങളിൽ. ഇതൊക്കെ കൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം എന്ന് എമർജൻസിയെ കേരളത്തിലെ ജനങ്ങൾ അനുകൂലിച്ച് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് CPM-ൻ്റെ നേതാക്കന്മാരും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരും അവരും RSSകാരൊക്കെ പിടിച്ച് ജയിലിട്ടിട്ടുണ്ട്, അതില്ലാതെ ഞാൻ പറയുന്നില്ല. ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ജയിലിൽ പോയിരുന്നെങ്കിൽ കൂടി വലിയൊരു അനക്കമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. രണ്ടാമത് ഈ പറയുന്ന വലിയ ഭൂകമ്പമൊന്നും ഇന്ത്യയിലും ഉണ്ടായില്ല. ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുണ്ടായെന്ന് പറഞ്ഞ എമർജൻസിയിൽ ജോർജ് ഫെർണാണ്ടസ് എവിടെയോ ബോംബ് വെക്കാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞു. ബോംബൊന്നും വെച്ചില്ലല്ലോ, ബോംബിട്ട് പൊട്ടിയില്ല. അപ്പോൾ ഒരു വയലൻ്റ് ആയിട്ടുള്ളൊരു അജിറ്റേഷനൊന്നും എമർജൻസി കാലത്ത് ഉണ്ടായിട്ടില്ല. എമർജൻസീനെ ലാൽ കെ അദ്വാനിയുടെ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കുക. അന്ന് മീഡിയയെ പറ്റിയിട്ട് ലാൽ കെ അദ്വാനി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, വെൻ ദേ വർ ആസ്ക്ഡ് ടു ബെൻഡ് ദേ പ്രിഫേർ ടു ക്രോൾ. അവരോട് കുനിയാൻ പറയുമ്പോൾ അവർ എഴയാനാണ് തീരുമാനിച്ചത് എന്നാണ് പറഞ്ഞത് എമർജൻസിയെ പറ്റിയിട്ട്. അപ്പോൾ എമർജൻസി കാലഘട്ടത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിട്ടുള്ളതൊന്നും ഉണ്ടായില്ല. കരുണാകരൻ്റെ ഒരു പ്രമാണിത്വം, അന്ന് എൻ്റെ ഓർമ്മ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു ഇവിടെ. അപ്പോൾ കരുണാകരൻ്റെ ഒരു പ്രമാണിത്വം ഇവിടെ എമർജൻസി കാലത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നാണ് കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് എന്നുള്ളതാണ്. പിന്നെ ആ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ന്യൂസുകളായിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പൊളിറ്റിക്കൽ ന്യൂസ്, AK ആൻ്റണി സഞ്ജയ് ഗാന്ധി കൊച്ചിയിൽ വന്നപ്പോൾ സ്വീകരിക്കാൻ പോയില്ല. AK ആൻ്റണി അന്ന് KPCC പ്രസിഡൻ്റാണ്, അദ്ദേഹം സ്വീകരിക്കാൻ പോയില്ല. അതുമായി തന്നെ മറ്റേ നമ്മുടെ AICC സെഷൻ ഗുവാഹട്ടിയിൽ നടക്കുമ്പോൾ നമ്മുടെ MM ഹസനും അതുമാതിരിയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഒക്കെ അവർ സഞ്ജയ് ഗാന്ധി ചെന്നപ്പോൾ എഴുന്നേറ്റ് നിന്നില്ല, അതുകൊണ്ട് അവരെ പീഡിപ്പിച്ചെന്നോ അവരെ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തെന്നോ എന്നൊക്കെ ഇങ്ങനത്തെയുള്ള ന്യൂസുകളും കാര്യങ്ങളുമൊക്കെ കോൺഗ്രസ്. ഏതായാലും അന്ന് ആ എമർജൻസിയുടെ കാലഘട്ടത്തിലാണ് കോൺഗ്രസ്സിലെ A ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്ന ഗ്രൂപ്പ് രൂപപ്പെടുന്നത്. അതായത് ഉള്ളിൽ അവരും പരസ്യമായിട്ടൊന്നും എമർജൻസിയെ എതിർത്തിട്ടില്ല,
പക്ഷേ ഉള്ളിൽ നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് എമർജൻസിയെ എതിർക്കുന്ന ഒരു വിഭാഗം ആയിട്ട് പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും എൻ്റെ എമർജൻസിയെ പറ്റിയുള്ള ഒരു വിലയിരുത്തൽ ആ കാലഘട്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന തരത്തിലുള്ള വലിയ ബഹളങ്ങളൊന്നും എമർജൻസി കാലത്തൊന്നും ആരും ഉണ്ടാക്കിയിട്ടില്ല. യഥാർത്ഥത്തിൽ CPI എമർജൻസിയെ അനുകൂലിക്കുകയാണ് ചെയ്തത്. CPI എന്ന എമർജൻസിയെ അനുകൂലിക്കുകയും, കേരളത്തിലൊക്കെ എനിക്ക് തോന്നുന്നു CPI ഭരണമായിരുന്നു എമർജൻസി കാലത്ത് ആയിരുന്നു, CPIയുടെ ഭരണമായിരുന്നു. CPM അതിനെ എതിർത്തിരുന്നു എമർജൻസിയെ. പക്ഷേ എമർജൻസിയെ കൂടുതൽ എതിർത്തിരുന്നത് സോഷ്യലിസ്റ്റുകളാണ്. അതിൽ രാജ്നാരായൺ, മധുലി മായെ, ജോർജ് ഫെർണാണ്ടസ്, ലാലു പ്രസാദ് യാദവ്, അല്ലെങ്കിൽ നിതീഷ് കുമാർ, ഇന്നത്തെ തലമുറയിൽപ്പെട്ടവരൊക്കെ. അപ്പോൾ കേരളത്തിൽ വലിയൊരു ചലനമൊന്നും ഉണ്ടാക്കാത്ത ഒരു സംഭവമായിരുന്നു എമർജൻസി. നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെയല്ല. നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എമർജൻസിക്ക് എതിരായിട്ട് വലിയ പ്രവർത്തനങ്ങൾ താഴേക്കടയിലൊക്കെ നടന്നു. ഒരു പീരീഡ് ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, അതാണ് പറയാൻ കാരണം. ഒരു പീരീഡിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഒരു പീരീഡ് ഇവിടെയായിരുന്നു എന്നുള്ള നിലക്ക്. അപ്പോൾ ആ നിലക്ക് അവിടെ ജനങ്ങൾ ഒരു നിലക്ക് നോക്കുമ്പോൾ ജനാധിപത്യത്തെ സംരക്ഷിക്കാനായിട്ട് മലയാളികൾക്ക് പറ്റിയിട്ടില്ല. എമർജൻസി കാലത്തെ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന വലിയ സംഭവം, ഞങ്ങളെല്ലാം കോഴിക്കോട്ടുകാരായതുകൊണ്ട് ഈ രാജൻ സംഭവമാണ്. രാജൻ എന്നൊരു വിദ്യാർത്ഥിയെ കാണാതെ പോയി. അദ്ദേഹം നക്സലാണ് എന്നുള്ളൊരു, അന്നിപ്പോൾ എമർജൻസി കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരെ അവർ അറസ്റ്റ് ചെയ്തിരുന്നു. കാരണം CPMകാർ, മാവോയിസ്റ്റുകൾ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റുകൾ, ML, ജമാഅത്തെ ഇസ്ലാമി, RSS, ഇങ്ങനെയാണ് അവർ അറസ്റ്റ് ചെയ്തിരുന്നത്. അവരിപ്പോൾ എമർജൻസിയിൽ എന്താ പറയുക, ഒരു ടാർഗറ്റഡ് ആയിട്ടല്ല അവർ ചെയ്തിരുന്നത്, ഒരു ബ്രോഡ് ബേസ്ഡ് ആയിട്ടാണ് അവർ ചെയ്തിരുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഒരു നക്സലൈറ്റ് എന്നുള്ള നിലക്കാണ് ഈശ്വര വാര്യരുടെ മകനായിട്ടുള്ള ഈ രാജനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും. പിന്നീട് അദ്ദേഹത്തിന് തടങ്കിൽ വെച്ച് അദ്ദേഹം മരിച്ചുപോയി എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അതും ഒരു വലിയൊരു ബഹളമോ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അത് പിന്നീട് രാഷ്ട്രീയ ഭൂകമ്പമായിട്ട് മാറുകയും അത് കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് തിരികുകയും അദ്ദേഹം രാജിവെച്ച് പോകേണ്ട അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ അന്ന് ഇവിടെ അതിന്, കാരണം വളരെ അടുത്താണല്ലോ, ഞങ്ങൾ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ RECയുടെ അടുത്ത് കിടക്കുന്നതല്ലേ, അവിടെ അത്ര വലിയൊരു മഹാസംഭവങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995442222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 75 ഞാൻ MES നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ സിസ്റ്ററും എൻ്റെ കൂടെ പഠിച്ചിരുന്നു. അപ്പോൾ ഞാനും സിസ്റ്ററും കൂടെ ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് പോയിട്ടാണ് കോളേജിൽ പോയി വന്നിരുന്നത്. അന്ന് വളരെ കുറച്ച് മുസ്ലിം വിദ്യാർത്ഥിനികളൊക്കെ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്നുള്ളൂ. ആ കൂട്ടത്തിലാണ് എൻ്റെ സിസ്റ്റർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെറിറ്റിൽ കിട്ടി പഠിച്ചതാണ്. അപ്പോൾ പിതാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും പഠിക്കുന്നുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് MESൽ വേറെ സംഭവമായിട്ടുള്ള ഒരു ഇതുണ്ടായത്. MESൽ ഒരു പിളർപ്പുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്താണ് അതിൻ്റെ പശ്ചാത്തലമെന്ന് വെച്ചാൽ, സൗദി അറേബ്യയിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ വരികയും സൗദിയിലൊരു കോൺട്രാക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊരു കമ്പനി ആവശ്യമുണ്ടെന്ന് പിതാവിനെ വന്ന് കാണുകയും ചെയ്തു. അങ്ങനെ അവരായിട്ടുള്ള ഡിസ്കഷൻ വന്നപ്പോൾ അവരിങ്ങോട്ട് ഓഫർ ചെയ്തു, എന്തുകൊണ്ട് താങ്കൾക്ക് തന്നെ ഇവിടെ ഒരു കമ്പനി ഉണ്ടാക്കിക്കൊണ്ട് ആ കോൺട്രാക്റ്റ് ഏറ്റെടുത്തുള്ള. ആ കമ്പനിയുടെ പേരാണ് ടേൺകി ഇൻ്റർനാഷണൽ. അതിന് ടേൺകി സംഭവമാണെന്നാണ് നമ്മൾ MESൽ പറയാറുള്ളത്. അങ്ങനെ എന്തുണ്ടായെന്ന് വെച്ചാൽ, പിതാവും കുറച്ച് MESകാർ കൂടിയിട്ടൊരു കമ്പനി ഉണ്ടാക്കുകയും ആ കമ്പനി സൗദി അറേബ്യയിലെ കോൺട്രാക്റ്റ് ഏറ്റെടുക്കുകയും ചെയ്തു. കുറച്ച് കാലം അത് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നെങ്കിലും പിന്നീട് അത് പല തെറ്റിദ്ധാരണകൾക്കിട വന്നു. സംഘടനയിലെ ചിലരുടെ അഭിപ്രായത്തിൽ ആ കോൺട്രാക്റ്റ് സംഘടനക്ക് കിട്ടിയതാണ്, അല്ലാതെ ഡോക്ടർ ഗഫൂറിന് കിട്ടിയതല്ല എന്നുള്ള അഭിപ്രായം പൊന്തി വരികയും അതിനെപ്പറ്റി ചൊല്ലിയിട്ട് സംഘടനയിൽ അഭിപ്രായ വ്യത്യാസം വരികയും എക്സിക്യൂട്ടീവിലടക്കം അഭിപ്രായ വ്യത്യാസം വരികയും ചെയ്തു. അങ്ങനെ അതിൽ ഒരു വിഭാഗം ആൾക്കാർ സംഘടനയിൽ നിന്ന് തെറ്റിപ്പോവുകയും അവർ MESനെതിരായിട്ട് പല ആരോപണങ്ങളും ഉന്നയിക്കുകയും പിതാവിനെതിരായിട്ട് പല തരത്തിലും അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. ഏതായാലും 1-2 കൊല്ലം ഈ പിളർപ്പ് നീണ്ടു നിന്നതിന് ശേഷം അവർ സംഘടന വിട്ടുപോവുകയാണ് ചെയ്തത്. അവർ സംഘടന വിട്ടുപോവുകയും മറ്റൊരു സംഘടന ഉണ്ടാക്കുകയും ചെയ്തു. MES അതിൻ്റെ പഴയ ശക്തി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്
ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ പല സംഭവങ്ങളും അത് ഞങ്ങളെ ഞങ്ങൾ രണ്ടൊരു കുട്ടികളാണ്, ഞാൻ എൻ്റെ ഒരു സിസ്റ്ററും കുട്ടികളാണല്ലോ. അപ്പോൾ ഞങ്ങളെ വേദനിപ്പിക്കുന്ന പല സംഭവങ്ങളും ആ കാലഘട്ടത്തിലുണ്ടായി. കാരണം അത് പത്രങ്ങളിലൊക്കെ പല ന്യൂസ് വരികയും പിതാവിനെതിരായിട്ട് അഴിമതി ആരോപണം ഉന്നയിക്കപ്പെടുകയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു വിഷയം. അതുമാത്രമല്ല ഞങ്ങളുടെ തന്നെ സുഹൃത്തുക്കളിൽ പല ആൾക്കാർ അവരുടെ കുട്ടികളവിടെ പഠിച്ചിരുന്ന MES തന്നെ, അവരിൽ പലരും അപ്പുറത്തെ ചേരിയിൽ ചേരുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായി. ആ സമയം ഞങ്ങളുടെ കൂടെ നിന്ന് ആൾക്കാർ വേറെ ഉണ്ടായി. ഏതായാലും അതും ഈ ഒരു കാലഘട്ടത്തിൽ ഈ എമർജൻസിയും അതിനോടനുബന്ധിച്ചുള്ള കാലഘട്ടത്തിലുണ്ടായ സംഭവങ്ങളാണ്. ഏതായാലും 1980 ആകുമ്പോഴത്തേനും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. MES പഴയ ശക്തി തന്നെ തുടരുകയും പിന്നീട് ഈ സംഘടനയിൽ അങ്ങനത്തെ അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതായത് 1975 തൊട്ട് ഇപ്പോൾ ഏകദേശം 40 വർഷമായി. 40 വർഷമായിട്ട് ഈ സംഘടനയിൽ യാതൊരു തരത്തിലുള്ള അവസരവും ഇല്ലാതെ, യാതൊരു പിളർപ്പും ഇല്ലാതെ, യാതൊരു ഗ്രൂപ്പിസവും ഇല്ലാതെ സംഘടന മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. 1980 എൻ്റെ 79 എൻ്റെ സിസ്റ്ററുടെ കല്യാണം നടന്നു. അതിനുശേഷം 82 എൻ്റെ കല്യാണം നടന്നു. അപ്പോഴത്തേക്കും ഞാൻ MBBS പാസ്സായിട്ടുണ്ടായിരുന്നു. ഹൗസ് റെസിഡൻസി അവിടെ നിന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തു. സീനിയർ ഹൗസ് റെസിഡൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് എൻ്റെ കല്യാണം നടന്നത്. എൻ്റെ ഭാര്യയുടെ പിതാവ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും അധികം പോസ്റ്റുകൾ ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ A. റഹീം. തികഞ്ഞ ദേശീയവാദിയും തികച്ചും സെക്കുലറായിട്ടുള്ള റഹീം സാഹിബ് എന്ന് വിളിക്കപ്പെടുന്ന കൊല്ലത്തുകാരനാണ് അദ്ദേഹം അവിടുത്തെ കൊല്ലത്തെ വലിയ പള്ളിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ആളായിരുന്നു, പള്ളി കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള തികഞ്ഞ ഒരു മതവിശ്വാസിയായിട്ടുള്ള, അതേസമയം തികച്ചും മതേതര സ്വഭാവമുള്ള റഹീം സാഹിബിൻ്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ പറ്റിയെന്നുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരുന്നു. ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച സമയത്ത് അദ്ദേഹം കേന്ദ്ര വിദേശകാര്യമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റിൽ. അതിനു മുമ്പ് 1954 പനമ്പള്ളി മിനിസ്ട്രിയിൽ അദ്ദേഹം വ്യവസായ ഹെൽത്ത് മന്ത്രിയായിരുന്നു. ദീർഘകാലം ഒരുപാട് തവണ, എനിക്ക് തോന്നുന്നു 5-6 തവണ MLA ആയിരുന്നു, MP ആയിരുന്നു. അങ്ങനെ കോൺഗ്രസ്സിൽ തന്നെ ഏറ്റവും വലിയ പോസ്റ്റുകൾ ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് റഹീം സാഹിബ്. അദ്ദേഹവുമായിട്ടുള്ള ചിലവഴിച്ച കാലഘട്ടം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മധുര സ്മരണകൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ദിരാഗാന്ധിയുടെ കുടുംബമായിട്ട്, അതായത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ ഇവിടെ സംസ്ഥാന മന്ത്രിയാക്കിയത്. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റിൽ അദ്ദേഹം തുടർന്നു. പിന്നെ രാജീവ് ഗാന്ധിയുടെ ക്യാബിനറ്റിൽ അദ്ദേഹം തുടർന്നു. യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധിയുടെ വധം നടക്കുമ്പോൾ സെയിൽ സിംഗ് അന്ന് ഗൾഫിലായിരുന്നു. സെയിൽ സിംഗിൻ്റെ കൂടെ പോയ മന്ത്രി റഹീം സാഹിബായിരുന്നു. റഹീം സാഹിബും സെയിൽ സിംഗും തിരിച്ചു വരികയും അങ്ങനെ അവർ എയർപോർട്ടിൽ നിന്ന്, ഫ്ലൈറ്റിൽ നിന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. ഈ റഹീം സാഹിബിൻ്റെ ഒരു ലോ പ്രൊഫൈൽ സ്വഭാവം കൊണ്ടാണ് അത് മീഡിയയിലൊന്നും വരായിരുന്നത്. സെയിൽ സിംഗും റഹീം സാഹിബും മാത്രമാണെന്ന് സംസാരിച്ചത് യഥാർത്ഥത്തിൽ ആരായിരിക്കണം അടുത്ത പ്രധാനമന്ത്രി എന്നുള്ളത്. കാരണം ഫ്ലൈറ്റിലാണല്ലോ ഈ സംഭവം നടക്കുമ്പോൾ, ഫ്ലൈറ്റിൽ വെച്ചിട്ടാണ്. അങ്ങനെ എയർപോർട്ടിലെത്തുന്ന സമയത്തിനുള്ളിൽ തന്നെ അന്ന് വലിയ ഒരു ഡിസ്കഷൻ നടന്നു. പ്രണബ് കുമാർ മുഖർജീനെ പ്രധാനമന്ത്രി ആക്കണം എന്നൊക്കെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അത് വേണ്ട, അത് രാജീവ് ഗാന്ധി തന്നെ ആയിക്കോട്ടെ പ്രധാനമന്ത്രി എന്നുള്ള തീരുമാനം എടുത്തത് ഫ്ലൈറ്റിൽ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിന് കോൺഗ്രസിൻ്റെ വേറെ വല്ല മീറ്റിങ്ങുകൾ കൂടുകയോ കോൺഗ്രസ് ഒരു പ്രമേയം പാസ്സാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് എയർപോർട്ടിൽ വെച്ച് തന്നെ എടുത്തൊരു തീരുമാനം എന്നുള്ള ആൾക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ശൈലി അതാണല്ലോ, ഒരു ടോപ്പ് ഹെവി പാർട്ടി എന്ന് പറയുന്നത്. ടോപ്പിൽ നിന്ന് വരുന്ന ഒരു തീരുമാനം എല്ലാവരും അംഗീകരിക്കുന്നു. പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ആൾ അന്ന് രാജീവ് ഗാന്ധി ഓൾറെഡി AICC സെക്രട്ടറി ആയിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണ്, AICC സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ആ തീരുമാനം അനുസരിച്ചിട്ട് റഹീം സാഹിബ് ഇരിക്കുകയാണ്. അപ്പോൾ അത്രയും കോൺഗ്രസിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. പിന്നീട് അദ്ദേഹം രാജീവ് ഗാന്ധിയാണ് അദ്ദേഹത്തെ ഗവർണറാക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ആ റഹീം സാഹിബിൻ്റെ മകളെയാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരികമായിട്ട് ഏറ്റവും അധികം ചേരുന്ന ഒരു കുടുംബമാണ്. ഞങ്ങളുടെ സംസ്കാരത്തിൽ തന്നെ പെട്ട ആൾക്കാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ കൊടുങ്ങല്ലൂരുകാരനും എൻ്റെ ഉമ്മ ആലുവക്കാരിയും എൻ്റെ ഭാര്യ കൊല്ലത്തുകാരിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു സംസ്കാരമുണ്ട്. കാരണം നമ്മളിപ്പോൾ ഈ സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞാണ് മാപ്പിള സംസ്കാരം അല്ലെങ്കിൽ മുസ്ലിം സംസ്കാരം. അങ്ങനെ സംസ്കാരമില്ല, അല്ലെങ്കിൽ ക്രൈസ്തവ സംസ്കാരമില്ല, ഉപസംസ്കാരങ്ങൾ മാത്രമേ ഉള്ളൂ. ഉദാഹരണം, കാസർഗോട്ടെ മുസ്ലിങ്ങൾക്ക് ഒരു സംസ്കാരമാണ്. അതേ സംസ്കാരം അല്ല തലശ്ശേരിയിലെ മുസ്ലിങ്ങൾക്ക്. തലശ്ശേരിയിലെ മുസ്ലിങ്ങൾക്ക് മരുമക്കത്തായ സംസ്കാരമാണ്. കോഴിക്കോട്ടെ കുറ്റിച്ചിറക്കപ്പുറം റെയിലിനപ്പുറത്ത് ഭാര്യ വീട്ടിൽ താമസിക്കുന്നവർ, റെയിലിൻ്റെ ഇപ്പുറത്ത് ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നവരാണ്. മക്കത്തായം മരുമക്കത്തായം കോഴിക്കോട് തന്നെയുണ്ട്. അതേമാതിരി തന്നെ മലപ്പുറത്തുള്ള ആൾക്കാർക്ക് ഒരു സംസ്കാരമാണ്. പാലക്കാട്ടെ മുസ്ലിമുകൾക്ക് തമിഴ് ചൊവ്വയുണ്ട്, മനസ്സിലെ ഹനഫി ഇതെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേറെ സംസ്കാരമാണ്. അപ്പം നമ്മളിപ്പോൾ ഈ സംസ്കാരങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്ക് തെറ്റായ ഒരു ധാരണയാണ് ഒരു മതത്തിൽപ്പെട്ടവർക്ക് ഒരു സംസ്കാരമുള്ളൂ എന്നുള്ളത്. ഒരു മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് തന്നെ
ഒരു സംസ്ഥാനത്തിൽപ്പെട്ട ആൾക്കാർക്ക് തന്നെ പല ഉപസംസ്കാരങ്ങളും ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് കേരളത്തിൽ തന്നെ മുസ്ലിം സമുദായത്തിന് പല സംസ്കാരങ്ങളും ഉള്ളത്. അതിൽ മക്കത്തായമുണ്ട്, മരുമക്കത്തായമുണ്ട്, പർദ്ദ ഇടുന്ന ആൾക്കാരുണ്ട്, പർദ്ദ ഇടാത്ത ആൾക്കാരുണ്ട്. ഭക്ഷണ രീതികൾ തന്നെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ മുട്ടമാല, അലീസ, ഉന്നക്ക ഇത്തരത്തിൽ, അല്ലെങ്കിൽ ബിരിയാണി, ഇതൊക്കെ ഈ കോഴിക്കോട്, തലശ്ശേരി ഈ സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്നതാണ്. ഞങ്ങളുടെ നാട്, അതായത് കൊടുങ്ങല്ലൂരിൽ അല്ലെങ്കിൽ ആലുവയിൽ അവർക്കായിരിക്കും അറിയില്ല ഇതൊന്നും ഉണ്ടാക്കാനായിട്ട്. അല്ല, ഇപ്പോൾ അവരുണ്ടാക്കി പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ പാരമ്പര്യമായിട്ട് അവരുണ്ടാക്കുന്നതല്ല. ആ പ്രദേശങ്ങളിലെല്ലാം കൂടുതൽ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ അംശങ്ങൾ കൂടുതലാണ് അവിടെ. ഉദാഹരണമായിട്ട് ഞങ്ങളുടെ അവിടെയൊക്കെ മക്കത്തായമാണ് ശക്തമായ മക്കത്തായം, പുരുഷ മേധാവിത്വമുള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഒരു സംസ്കാരത്തിലുള്ളവരാണ്. അതേസമയം തലശ്ശേരി എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ തറവാടുകളിൽ അവർ താമസിക്കുന്നു. മറ്റേ തറവാട് ഒരു കാലത്തും വിഭജിക്കുന്നില്ല, പാർട്ടീഷൻ ചെയ്യുന്നില്ല. അവർ ഒരുമിച്ചാണ് അവർ ജീവിതം മുഴുവൻ ചിലവാക്കുന്നത്. വീട് വിട്ടിട്ട് ആരും പോകുന്നില്ല. അതേസമയം ഞങ്ങളുടെ അവിടെ അങ്ങനെയല്ല. മൂത്ത ആൺകുട്ടികളുണ്ടെങ്കിൽ മൂത്ത ആൺകുട്ടികൾ പുറത്ത് പോയിട്ട് ഇളയ സഹോദരനായിരിക്കും തറവാട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ, ഞാൻ ഒറ്റപുത്രനായതുകൊണ്ടാണ് എനിക്ക് ഈ വീട്ടിലിരിക്കാൻ പറ്റുന്നത്. എനിക്കൊരു ഇളയ സഹോദരൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീട് ഒഴിഞ്ഞ് സഹോദരന് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ സംസ്കാരങ്ങളുടെ ഭാഗമാണ്. ഇതിന് മതമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ ആ തരത്തിലുള്ള ഒരു സംസ്കാരം, ഒരേ രീതിയിലുള്ള സംസ്കാരത്തിൽപ്പെട്ടിട്ടുള്ള ആ ഭാര്യ വീട്ടുകാർ അതേ സംസ്കാരമായത് എനിക്ക് വളരെ ഗുണകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു എന്ന് പറയാൻ ഞാൻ യാദൃശ്ചികമായിട്ട് ഞാൻ ഓർമ്മ വെക്കാം. അതേമാതിരി തന്നെ റഹീം സാഹിബിൻ്റെ ഭാര്യയെ പറ്റിയിട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഫാത്തിമ റഹീം എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് അവർ തന്നെ ഒരു പ്രസ്ഥാനമാണ്. അവരെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കാത്തവരാരുമില്ല എന്ന് പറയുന്നത്. രാഷ്ട്രീയക്കാർ തൊട്ടിട്ട് അവിടുത്തെ ഏറ്റവും ഭിക്ഷക്കാർ തൊട്ടിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അവരുടെ പ്രത്യേകിച്ച് സക്കാത്ത്, സദ്ക്ക, അല്ലെങ്കിൽ വീട്ടിൽ സൽക്കാരം, ഇതെല്ലാം അനുഭവിച്ച് വന്നിട്ടുള്ള മാളിക വീട് എന്നാണ് പറയപ്പെടുന്നത്. കൊല്ലത്ത് അറിയപ്പെടുന്ന തറവാടാണത്. അതേമാതിരി തന്നെ അറിയപ്പെടുന്ന ദേശീയവാദികളുടെ കുടുംബമാണത്. അപ്പോൾ അവരായിട്ട് വരുന്ന എൻ്റെ ബന്ധം, കല്യാണം കൊല്ലത്ത് വെച്ചായിട്ടായിരുന്നു നടന്നത്. അതിൻ്റെ പാർട്ടിയൊക്കെ കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. അന്നത്തെ കാര്യപ്പെട്ട നമ്മളെന്താ പറയുക, രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും പങ്കെടുത്തു, ഇൻക്ലൂഡിങ് ഇന്ത്യ പ്രസിഡൻ്റായിരുന്ന ശങ്കർ ദയാൽ ശർമ്മ അടക്കം ഉള്ള ആൾക്കാർ പങ്കെടുത്ത ഒരു വിവാഹ ഇതായിരുന്നു. ഏതായാലും ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം ഞാൻ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. റഹീം സാഹിബിൻ്റെ കുടുംബത്തിൽ വലിയൊരു എന്താ പറയുക, റഹീം സാഹിബിന് വലിയ ആഘാതം ഏൽപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ ഒരു പുത്രൻ, അദ്ദേഹത്തിൻ്റെ ഇളയ പുത്രൻ കാർ ആക്സിഡൻറ്റിൽ മരിച്ചാണ്. അദ്ദേഹം നാഗൂർ ദർഗയിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കാറിന് നമ്മുടെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് വന്ന് ഇടിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇളയ മകൾ, ചെറിയ 5-10 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി മരിച്ചു പോവുകയും ചെയ്ത ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇടയിൽ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്താണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഏതായാലും ആ കുടുംബവുമായിട്ടായിരുന്നു എൻ്റെ കല്യാണ ബന്ധം. അപ്പോൾ കേരളത്തിലെ 2 പ്രഗത്ഭരായ വ്യക്തികൾ, പി കെ അബ്ദുൽ ഗഫൂർ, അദ്ദേഹം സാമുദായിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾ, എ റഹീം, അദ്ദേഹം സാമുദായിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ. ഒരാളുടെ പ്രവർത്തന മേഖല മലബാർ, മറ്റൊരാളുടെ പ്രവർത്തന മേഖല തെക്ക് കേരള. ഈ 2 വലിയ പ്രഗത്ഭർ തമ്മിലുള്ള ഒരു ബന്ധം ആയിരുന്നു എൻ്റെ കല്യാണം. അതുകൊണ്ട് എൻ്റെ മൊത്തത്തിലുള്ള എൻ്റെ സാമുദായിക, സാമൂഹ്യ, രാഷ്ട്രീയ വീക്ഷണങ്ങൾക്ക് വലിയ ചേഞ്ച് വരാൻ ഇടയായി. കാരണം ഇവർ 2 പേരുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ, 2 പേരും തികഞ്ഞ സെക്കുലറിസ്റ്റുകളായിട്ടുള്ള വ്യക്തികൾ. മരിക്കുന്ന കാലഘട്ടം വരെ മതേതരത്തിൽ തികഞ്ഞ വിശ്വാസികളായിരുന്ന 2 വ്യക്തികളായിരുന്നു ഇവർ 2 പേരും. അപ്പോൾ ഇവരായിട്ടുള്ളപ്പോൾ ഗഫൂർ സാഹിബിൻ്റെ കൂടെ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് റഹീം സാഹിബ് വരുന്നത്. അദ്ദേഹവുമായിട്ടുള്ള ബന്ധം 82-ൽ വന്നു.